നമ്മളൊക്കെ അരി സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ അരിയിൽ ചെള്ള് കയറാറുണ്ടല്ലേ? നിറച്ച് ഞാൻ എപ്പം അരി വെച്ചാലും അരിക്കകത്ത് നിറച്ച് ചെള്ളായിരിക്കും, ഇതുപോലത്തെ ജീവികളായിരിക്കും. പിന്നെ അതെടുത്ത് നമ്മൾ പേറ്റ് പെറുക്കി അത് ഓരോന്നൊക്കെ പെറുക്കി കളഞ്ഞിട്ട് വേണം നമ്മൾ അരി വൃത്തിയാക്കി എടുക്കാനായിട്ടും അരയ്ക്കാനിടാനും. അതുപോലെ തന്നെ ചോറ് വയ്ക്കുന്ന അരിക്കകത്തൊക്കെ ആണെങ്കിലും ഈ ഒരു സാധനം നമ്മുടെ വീടുകളിൽ എവിടെയെങ്കിലും അരി വെച്ച ഒരു സ്ഥലത്തുണ്ടായാൽ മതി, പിന്നെ നിരപ്പിനത് എല്ലാ നല്ല അരിയിലും അതുപോലെ തന്നെ നമ്മൾ പച്ചരിയിലും ഒക്കെ കയറി പിടിക്കും. ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അത് പോകത്തില്ല. അതിങ്ങനെ അത് നുഴഞ്ഞ് നമ്മളുടെ അരി നുറുക്കി 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 പൊടിയാക്കി മാറ്റി അതോടൊപ്പം തന്നെ ചില അരികളുടെ ഉള്ളിലും കയറിയിരിക്കും. അങ്ങനെ നമ്മളുടെ അരി നശിപ്പിക്കും. അതുതന്നെയല്ല, നമ്മൾക്കത് വൃത്തിയാക്കി എടുക്കുവാനും പാടാണ്. അപ്പം ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കി. വെളുത്തുള്ളി ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് കേട്ട് വെളുത്തുള്ളി ഇട്ട് നോക്കി. അതുപോലെ തന്നെ അങ്ങനെ പലതുമൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് ഒന്നും വിജയിക്കുന്നില്ല. അവസാനം ഞാൻ ഒരു മെത്തേഡ് നോക്കി, അത് നിങ്ങളോട് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത് ഏകദേശം വിജയിച്ചു. അത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരികയാണ്. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇതുപോലെ നമ്മൾ അരി വയ്ക്കുന്ന പാത്രത്തിൽ മുളക്, ഈ ഉണക്കമുളക് ഇങ്ങനെ പൊട്ടിച്ചിടുവാണെങ്കിൽ അത് നല്ലതാണ്. ഒരു പരിധിവരെ നമ്മളുടെ ആ ചെള്ള് മാറിക്കിട്ടും. അതുകൂടാതെ നമ്മൾ ഒരു മുറത്തിലേക്ക് നമ്മൾ അരി ഇതുപോലെ ഇട്ടതിന് ശേഷം ഇതിനകത്തൊക്കെ നിറച്ച് ആ ഒരു ജീവിയുണ്ട്, ചെള്ളുണ്ട്. കണ്ടോ, ഇതിനകത്തൊക്കെ നരച്ച് നടപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുക്കാനാണ് ഏറ്റവും കൂടുതൽ പാട്. നമ്മൾ ഇഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കാനായിട്ട് വെള്ളത്തിലിടുമ്പോൾ ഭയങ്കര പണിയാണ്. ഇതൊക്കെ പെറുക്കി കളയാനും പാടാണ്. ചെറിയ നരച്ച് പോകുന്ന ചെറുത് ജീവിയല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ മുളകിട്ടാൽ മതി, കൊല്ലമുളക് പൊട്ടിച്ചിട്ടാൽ മതി. അതും അല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊരു മുറത്തിലിട്ടിട്ട് 1 സ്പൂൺ മുളക് പൊടി ഇങ്ങനെ വിതറിയിട്ടിട്ട് എല്ലാം ഇങ്ങനെ ഒന്ന് ഇളക്കി എല്ലാ സ്ഥലത്തും ആ മുളക് പൊടി വരുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. മുളക് പൊടിയുടെ ആ മുളകിൻ്റെ കുത്തലിൻ്റെ മണം ഈ ജീവിക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് പൊക്കോളും, നരച്ച് പൊക്കോളും. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം നമ്മൾ ഇതുപോലെ നിരത്തി എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും വെച്ചേക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്ന് വെയിലത്ത് വയ്ക്കുക. ഇത് നരച്ച് പുറത്തേക്ക് പൊക്കോളൂ. ഇതിന് ഈ മുളക് പൊടിയുടെ മണം, അതാണ് ഈ കൊല്ലമുളക് നമ്മൾ പൊട്ടിച്ചിട്ടാൽ അതിൻ്റെ മണം, ആ കുത്തല് ഇതിനൊട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിട്ട് വിതറിയിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി കുഴച്ചിട്ടാൽ അതിൻ്റെ ആ മണം അതിന് ഇഷ്ടമില്ല. അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ്, ഇത് വിനാഗിരിയാണ്. ഇത് വിനാഗിരി ഈ കടയിലൊക്കെ എനിക്ക് അവർ ഒഴിക്കുന്നത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. വിനാഗിരി ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് തളിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുളക് തിരുമ്മിയതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ചെല്ലുന്ന വിധത്തിൽ, നമ്മളുടെ അരിയിൽ എല്ലായിടത്തും ഒന്ന് ചെല്ലുന്ന വിധത്തിൽ ഒന്ന് തിരുമ്മിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിൽ കൊള്ളിക്കുമ്പോൾ ആ വിനാഗിരിയുടെ ആ തണുപ്പത് ഉണങ്ങിക്കോളും. ആ മണവും വിനാഗിരിയുടെ മണവും ഈ ചെള്ളിന് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അത് നരച്ച് പൊക്കോളും. ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിലത്ത് വയ്ക്കുകയോ ഒന്ന് ഉരത്തി വയ്ക്കുകയോ ഒക്കെ ചെയ്താൽ മതി. അത് മുളക് പൊടി ഇട്ട് ഇത് രണ്ടിലേതെങ്കിലും ഒരു മെത്തേഡ് നോക്കിയാൽ മതി. ഞാൻ നോക്കിയിട്ട് ഇത് ഒരു ഉപയോഗപ്രദമായിട്ടുള്ളൊരു മെത്തേഡാണെന്നായിട്ടാണ് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് ഈ ഒരു ചെള്ളിനെ ഓടിക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഈ 2 മെത്തേഡും വളരെ പ്രയോജനമുള്ളതായിട്ട് തോന്നി. അപ്പം ഞാൻ ഉപയോഗിച്ച മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളിങ്ങനെയാണോ ഉപയോഗിക്കുന്നത്? ഞാൻ ഏതായാലും ഇത് ഉപയോഗിച്ച് നോക്കി. ഇത് വളരെ സക്സസ് ആയിട്ട് എനിക്ക് തോന്നി. ഇതെല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് ഈ ചെള്ളിൻ്റെ ഉപദ്രവം. അപ്പം ഞാനതങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് നേരം ഞാൻ മാറ്റി വെച്ചതിന് ശേഷം കണ്ടോ, ഇപ്പം അതെല്ലാം നിശേഷം പോയി. ഇനി നമ്മൾക്കതൊരു പാത്രത്തിലിട്ട് വെച്ച് നന്നായിട്ട് അടച്ച് വെച്ചാൽ ഇനി അത് വരത്തില്ല. അപ്പോൾ ആ ചെള്ള് എന്തോരം ഉണ്ടായിരുന്നതാണ് കാണാം, ധാരാളം ഈ അരിക്കകത്തുണ്ടായിരുന്നു. ഇത് ഞാൻ ഈ മുളക് പൊടി ഇട്ടു, അതുപോലെ തന്നെ വിനാഗിരി, രണ്ടും ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 മെത്തേഡ് കൊണ്ട് കാണിച്ചത്. ഏതെങ്കിലും ഒരു മെത്തേഡ് കാണിച്ചാൽ മതി. അതിന് ശേഷം ഞാനത് കുറച്ച് നേരം പുറത്ത് കൊണ്ടുപോയി വെച്ചു. അതെല്ലാം നരച്ച് പോയി. അപ്പോൾ അത് നല്ല വൃത്തിയായി കിട്ടി. കണ്ടോ, അരി കണ്ടോ, നേരത്തെ ഞാൻ കാണിച്ചതുപോലെയാണ്. ഒരൊറ്റെണ്ണം പോലും 1-2 എണ്ണം അത് ചത്ത് കിടപ്പുണ്ട്.
അതിൻ്റെ ആ മണം അതിന് ഇഷ്ടമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു മെത്തേഡാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും നമ്മൾ അരിയൊക്കെ വീട്ടിൽ അരിയിൽ തന്നെയല്ല, പയറുവർഗ്ഗങ്ങൾ വെച്ചാലും പരിപ്പുകളൊക്കെ വെച്ചാലും നല്ല ഇപ്പോൾ ഇത് മുളക് പൊടി ഇട്ടാലും അതുപോലെ തന്നെ വിനാഗിരി ഒഴിച്ചാലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി നന്നായിട്ട് കഴുകിയാണല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുഴപ്പമില്ലാത്ത കെമിക്കലൊന്നും ഇല്ലാത്തതാണല്ലോ. ഇത് കഴുകി എടുത്താലും കുഴപ്പമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് വളരെ വിജയപ്രദമായിട്ട് തോന്നി. അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുകയാണ്. കണ്ടോ, ഇത് 1-2 അതിനകത്ത് ചത്ത് കിടപ്പുണ്ട്, അല്ലാതെ ഒറ്റെണ്ണം ഇല്ല, എല്ലാം പോയി. ഇനി നമ്മൾക്കത് നന്നായിട്ട് അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ ഈ സാധനം വരത്തില്ല കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരികയാണ്. ഓക്കെ, ബൈ ബൈ.